ശ്രീകൃഷ്ണ ജയന്തിക്ക് തൊട്ടു മുൻപ് വരുന്ന പൗർണമി നാളാണ് ആവണി അവിട്ടം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മചൈതന്യം ജ്ഞാനരാശിയായി പ്രകടമായതാണ് വേദം. വേദവും ഉപനിഷത്തുമെല്ലാം ഒരു വ്യക്തികൾ നിർമ്മിക്കപ്പെട്ടതല്ല. വേദം ഉരുത്തിരിഞ്ഞതാണ് ഉപനിഷത്ത്. ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണ് വേദം പ്രകടമായത്. ഒരിക്കൽ ബ്രഹ്മാവിന് വേദങ്ങളുടെ സൂക്ഷിപ്പുകാരൻ ഞാനാണെന്ന അഹന്തയുണ്ടായി. ബ്രഹ്മാവിന്റെ അഹങ്കാരം തീർക്കാൻ ഭഗവാൻ 2 അസുരന്മാരിൽ പ്രേരണ ശക്തിയായി പ്രവർത്തിച്ചു. അസുരന്മാർ ബ്രഹ്മാവിൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ചു. അഹങ്കാരം തീർന്ന ബ്രഹ്മാവ് വേദത്തെ വീണ്ടെടുക്കാൻ ഭഗവാനെ അഭയം പ്രാപിച്ചു. ഭഗവാൻ ഹയഗ്രീവനായി അവതാരം കൈക്കൊണ്ട് വേദങ്ങൾ വീണ്ടെടുത്തു. ആ ദിവസമാണത്രേ ആവണി അവിട്ടം. ഹയഗ്രീവ ജയന്തി ആയും ഈ ദിനം അറിയപ്പെടുന്നു. ബ്രാഹ്മണർക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ദിവസമാണ് ആവണി അവിട്ടം. ആരാണ് ബ്രാഹ്മണൻ? എന്തുകൊണ്ടാണ് ബ്രാഹ്മണന് ഈ ദിവസം പ്രധാനമായത്? എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന സത്യത്തെ ബ്രഹ്മജ്ഞാനത്തിലൂടെ തിരിച്ചറിഞ്ഞ് സർവപ്രപഞ്ചത്തിൻ്റെയും നന്മയ്ക്കും ക്ഷേമത്തിനുമായി ധർമാനുഷ്ഠാനത്തോടെ നിലകൊള്ളുന്നവനാണ് ബ്രാഹ്മണൻ. പ്രപഞ്ചത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ആധാരമായതേതോ അതാണ് ധർമ്മം. ഈ ധർമ്മ സംരക്ഷണത്തിന് നിലകൊള്ളുന്നവനാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണർ ധർമ്മ സംരക്ഷണത്തിനായി 6 കർമ്മങ്ങളെ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം. ഈ കർമാനുഷ്ഠാനങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ച്യുതി സംഭവിച്ചു എങ്കിൽ അതിന് പരിഹാരമായി ബ്രാഹ്മണർ ആവണി അവിട്ടം നാളിൽ പൂണൂൽ മാറ്റി പുതിയ പൂണൂൽ ധരിക്കുകയും പൂർവ്വ ഋഷിമാരെ സ്മരിച്ച് അർഘ്യം ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ അതുവരെ ഏർപ്പെട്ട കർമ്മച്യുതി ഇല്ലാതാവുന്നു. ഈ ദിവസം വേദോച്ചാരണവും മന്ത്രോച്ചാരണവും നടത്തുന്നത് വളരെ ശുഭകരമാണ്. ബ്രാഹ്മണ യുവാക്കൾ വേദപഠനം തുടങ്ങുന്നതും ആദ്യമായി പൂണൂൽ ധരിക്കുന്നതും ഈ ദിവസം തന്നെയാണ്. ഹയഗ്രീവൻ വേദത്തെ വീണ്ടെടുത്ത ഈ ദിനത്തിൽ പൂണൂൽ ധരിക്കുന്നതോടെ അകക്കണ്ണ് തുറക്കുന്നു എന്നാണ് സങ്കല്പം. ഇതെല്ലാം കഴിഞ്ഞു ഗൃഹത്തിലെത്തുമ്പോൾ പുരുഷന്മാരെ സ്വീകരിക്കുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആവണി അവിട്ടം. അവരുടെ സന്തോഷത്തിനായി കുളിച്ച് പുതുവസ്ത്രങ്ങളും ആഢയാഭരണങ്ങളും അണിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ആരതി ഒഴിഞ്ഞ് പീഠത്തിൽ ഇരുത്തി ഇഡലി, ഉഴുന്നുവട, പരിപ്പുവട, നെയ്യപ്പം, ചോറ്, പലതരം കറികൾ, പായസം ഒക്കെയായി വിഭവസമൃദ്ധമായ ഭക്ഷണം, മധുര പലഹാരങ്ങൾ എന്നിവ നൽകിയാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് വിശ്വാസം. ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരെ പൂജിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് ഈശ്വര പൂജയ്ക്ക് തുല്യമാണ്. ഈ ദിവസം തന്നെയാണ് രാഖി അഥവാ രക്ഷാബന്ധൻ എന്നും ഒരു സങ്കല്പമുണ്ട്. അതിന്റെ കഥ ഇങ്ങനെയാണ്. ധർമ്മപുത്രരുടെ രാജസൂയ ദിവസം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയത് ദ്രൗപദി അണിഞ്ഞ അതിവിശിഷ്ടമായ പട്ടുസാരി ആയിരുന്നു. രാജസൂയ വേദിയിൽ വെച്ച് ശിശുപാലൻ ശ്രീകൃഷ്ണ ഭഗവാനെ അധിക്ഷേപിച്ചപ്പോൾ ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ശിശുപാലനെ വധിച്ചു. ആ സമയം എങ്ങനെയോ ചക്രത്തിൽ തട്ടി ശ്രീകൃഷ്ണന്റെ മണിബന്ധത്തിൽ ഒരു മുറിവുണ്ടായി. എല്ലാവരും പരിഭ്രമത്തോടെ മുറിവ് കെട്ടാൻ തുണി അന്വേഷിക്കാൻ തുടങ്ങി. ദ്രൗപദി മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ പട്ടുസാരി വലിച്ചു കീറി മണിബന്ധത്തിൽ കെട്ടി. ദ്രൗപദിയുടെ കറയറ്റ സ്നേഹവും ഉത്കണ്ഠയും കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നീടുള്ള കാലം അത്രയും ദ്രൗപദിയുടെ സർവ്വസംരക്ഷണവും സഹോദരനായ തന്റെ ചുമതലയാണെന്ന് പ്രഖ്യാപിച്ചു അത്രേ. ശ്രീകൃഷ്ണ ഭഗവാന്റെ മണിബന്ധത്തിൽ ദ്രൗപദി കെട്ടിയ ആ സാരി കഷ്ണത്തിന്റെ പ്രതീകമായിട്ടാണത്രേ ഇന്ന് നമ്മൾ രാഖി കെട്ടുന്നത്. വളരെ പവിത്രമായ ഒരാചാരമാണ് രക്ഷാബന്ധൻ അഥവാ രാഖി. സഹോദരീ സഹോദര രക്ഷാബന്ധന ദിവസം മധുര പലഹാരങ്ങളും രക്ഷാസൂത്രവും ദീപവും വെച്ച താലവുമായി സഹോദരനെ സമീപിച്ച് ദീപം ഒഴിഞ്ഞ് തിലകൻ ചാർത്തി മധുരപലഹാരങ്ങൾ നൽകി ദീർഘായുസ്സിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച് കയ്യിൽ വർണ്ണനൂലുകളാൽ നിർമ്മിച്ച സുന്ദരമായ രക്ഷാസൂത്രം കെട്ടിക്കൊടുക്കുന്നു. സഹോദരൻ ആജീവനാന്തം അവളെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുകയും അതിന്റെ പ്രതീകമായി സഹോദരിക്ക് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്യുന്നു.